ഹലോ നമസ്കാരം, ഞാൻ സാദിഖ് അലി പനങ്ങാടൻ. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് RC ബുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് എടുക്കാം എന്നതിനെക്കുറിച്ച് പറയാനാണ്. ഇതുവരെ RC ബുക്ക് MVD തന്നെ പ്രിൻറ്റ് ചെയ്ത് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരാറായിരുന്നു പതിവ്. പക്ഷേ അതിന് ഭയങ്കര കാലതാമസം നേരിട്ടിരുന്നു. 6 മാസവും അതിലധികം 6 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു വന്നിരുന്നത്. അതുകൊണ്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ RC പർട്ടിക്കുലർ കിട്ടും, പക്ഷേ ബുക്കായിട്ട് കിട്ടാത്തത് കൊണ്ട് വണ്ടി വേറെ ആളിലേക്ക് പേര് മാറ്റാനോ വിൽക്കാനോ കൊടുക്കാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം പരിഹാരമായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ RC ബുക്ക് ഓൺലൈനായിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് പരിവാഹൻ സൈറ്റിലേക്ക് കയറുക. പരിവാഹൻ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇൻ്റർഫേസ് ലഭിക്കുക. ഇപ്പോൾ ഇത് ഞാൻ ഫോണിലാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇവിടെ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഓൺലൈൻ സർവീസസ് എന്ന് കാണിക്കും. ഇപ്പോൾ ഫോണിലാകുമ്പോൾ ഞാനിവിടെ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ സർവീസസ് കാണിക്കുന്നുണ്ട്. അതിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് ആണ് വേണ്ടത്. കമ്പ്യൂട്ടറിലാണെങ്കിലും ഓൺലൈൻ സർവീസസ് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി, ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇവിടെ സ്റ്റേറ്റ് കൊടുക്കണം. സ്റ്റേറ്റ് ഞാൻ കേരള കൊടുത്തു. കേരള കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ നമ്മുടെ വാഹനം ഏത് RT ഓഫീസുമായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ബന്ധിപ്പിച്ചിട്ടുള്ളത് വെച്ചാൽ ആ RT ഓഫീസാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ എൻ്റെ ബൈക്ക് അവഞ്ചറിൻ്റെ KL 32 ചേർത്തലയാണ് കൊടുക്കുന്നത്. ഞാനവിടെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഇട്ട് പ്രൊസീഡ് കൊടുത്തു. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. വീണ്ടും പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പരിവാഹൻ സൈറ്റിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഓപ്ഷൻസ് ഉണ്ടാവുക. ഇനി നിങ്ങളുടെ ആധാറിൽ ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറുമായി RC ബുക്ക് ബന്ധിപ്പിക്കണം. ബന്ധിപ്പിച്ചാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അത് ബന്ധിപ്പിക്കാത്തവർ ഇതിലൂടെ പോയാൽ ഓപ്ഷൻ ഉണ്ട്, ഇതിലൂടെ പോയി അത് ബന്ധിപ്പിക്കുക. ഈ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. കമ്പ്യൂട്ടറിലാകുമ്പോൾ ഇവിടെ തന്നെ കാണിക്കും ഒരു 4-5 ഓപ്ഷൻ. ഹോം സർവീസസ് ഇങ്ങനെ ഉണ്ടാവും. അതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് പോകേണ്ടത്. ഇത് ഞാൻ മൊബൈലിലായതുകൊണ്ട് മൊബൈലിൽ ഇവിടെ മെനു കാണിക്കുന്നുണ്ട്, 3 ലൈന്. അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ഹോം സർവീസസ്, അപ്പോയിൻമെൻറ്റ്, ഓതർ സർവീസ്, ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സ്, സ്റ്റാറ്റസ്. അതിൽ ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സിലാണ് പോകേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതിൽ പ്രിൻറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പ്രിൻറ്റ് ടാക്സി ലൈസൻസ്, പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഈ മൂന്നാമത്തെ ഓപ്ഷനായ പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ് കൊടുക്കേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇതിൽ നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. സ്പേസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ ലൈനിലേക്ക് മാറ്റിയിട്ട് ചേസസ് നമ്പറിൻ്റെ അവസാനത്തെ 5 അക്കം, അവസാനത്തെ 5 ക്യാരക്ടർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് അക്കമാവാം, ഇംഗ്ലീഷ് അക്ഷരമാവാം, എന്താണെന്ന് വെച്ചാൽ അത് 5 എണ്ണം കൊടുക്കുക. എൻ്റേത് ഫുൾ അക്കമാണ്, ഞാൻ അക്കം കൊടുത്തു. വാലിഡ് ഇൻഫർമേഷൻ കൊടുത്തു. അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി എൻ്റെ ആധാറിലെ നമ്പറുമായിട്ട് RC ബുക്ക് ബന്ധിപ്പിച്ചിട്ടുള്ള, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ വന്നു. അതിലേക്കൊരു OTP വരും. OTP ജനറേറ്റ് OTP കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള മെസ്സേജ് OTP സെൻഡ് അയച്ചിട്ടുണ്ടെന്നാണ്. അതിവിടെ ടിക്ക് ചെയ്ത് ഒഴിവാക്കുക. അയച്ച് വന്ന നമ്പർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഷോ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ RC ബുക്ക് ഇവിടെ കാണാം. ഇത് RC ബുക്ക് ഇങ്ങനെയാണ് ലഭിക്കുന്നത്. ഇത് ഇതുവരെ ആയിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് ആയത്. അപ്പോൾ ഇത് പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഇങ്ങനെ പ്രിൻറ്റിങ് പോവാം. പ്രിൻറ്റിങ്ങിലാവുമ്പോൾ അത് കളറായിട്ട് കാണിക്കുന്നില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണിക്കുന്നത്. ഇനി സേവ് ചെയ്യണമെങ്കിൽ സേവ് കൊടുക്കാം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ആവും. അല്ലെങ്കിൽ ബാക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ലഭിക്കും. ഒന്നും പാടെ ചെറുതായിട്ട് ലഭിക്കും. അപ്പോൾ ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് PVC കാർഡ് വേണമെങ്കിൽ ആക്കാവുന്നതാണ്. അത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിലോ ഈ മിത്ര ഇതുപോലെയുള്ള ഓഫീസിൽ പോയിട്ട് PVC കാർഡ് പ്രിൻറ്റ് ചെയ്യിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. നമസ്കാരം.